നടക്കാനോ ഇനി എന്താ ഉള്ളത്? നമ്മളിവിടെയാണല്ലേ. തയ്യാറായിക്കോളൂ രാംസത്തിന്റെ അവസാനത്തിനായിട്ട് ഇന്ന് തന്നെ. നീ വന്ന് പക്ക ശരിയാണ് മാർഷാനോ. ഞാൻ പറഞ്ഞവന്റെ അടുത്ത് വിളിച്ച് വരാൻ പറ. ആരൊക്കെയാണ്? പിങ്ക് ലേഡി, ഹെഡ്ലെസ് ഗോസ്റ്റ്, ജീപ്പ്, ജെറ്റ്, റോബോട്ടിക് ട്രക്ക്, ബീരങ്കി, പിന്നെ ഹെലികോപ്റ്ററും പറയാം. കാരണം നമ്മളുടെ യുദ്ധത്തിന് ആ ഒരു ആവശ്യമുണ്ട് നമുക്ക് കുറേ വിധങ്ങളിലും. ഓക്കെ, ഹലോ, റെഡിയായോ? റെഡിയായി ജസ്ബി. അന്ന് നേരെ വന്നോളൂ. ഓക്കെ ജസ്ബി, വെക്കണു. അവർ വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും പരിക്കുണ്ട്. ഇനി അവർ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, എന്റെ എല്ലാ പടയാളും ഞാൻ തോറ്റുപോയി. ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. നേരിട്ടോളൂ എന്നെ. ഞാൻ മുകളിൽ പിടിക്കാം. നിങ്ങള് ചുറ്റും. നിങ്ങളെല്ലാം ശരിക്കും മനസ്സിലായില്ല. എന്റെ പവേഴ്സ് നിങ്ങളുടെക്കാളും അധികമാണ്. രാംസന്ത് ദുഷ്ടത കളഞ്ഞിട്ട് ഈ ഗിറ്റാറിലുള്ള ആളിനെ ഒന്ന് പുറത്തെടുത്താൽ മതി. ഇത് മാത്രമേ എൻ്റെ അപേക്ഷ. ഇല്ലെങ്കിൽ നിന്റെ അന്ത്യത്തോടെ അത് തീരുള്ളൂ. അങ്ങനെയാണോ എൻ്റെ അച്ഛൻ്റെ മകനായ ഈ രാംസന്ത് ദുഷ്ടത കളഞ്ഞിട്ട് ഇങ്ങനെ ആകുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് ക്ലൈമാക്സിൽ ഞാൻ എത്തിപ്പിക്കും. എത്തിപ്പിച്ചോ. ഞാൻ ഉറപ്പായും ഈ ദുഷ്ടത കളയില്ല. ആലോചിക്കല്ലോ. അതന്നെ കറക്റ്റ്. ഇനി എന്റെ പവർ മോഡ് ഓണാക്കാൻ പോകാൻ. ഇതാണ് ഞാൻ ഇതുവരെ വിടാത്ത പവർഫുൾ ആരോ. ഇത് നിന്നെ കീഴടക്കും രാംസന്ത്. എത്ര ദിവസം എന്ന് വെച്ചാ ഈ യുദ്ധം നടത്തിക്കൊണ്ട് പോകുക? ഇതൊക്കെ ഒരു അവസാനം വേണ്ടേ? എൻ്റെ അച്ഛൻ നല്ല ആളായിരുന്നെങ്കിൽ ഞാൻ ഈ ദുഷ്ടത എപ്പോഴോ കളഞ്ഞെന്നെ. പക്ഷേ ഞാനിത് അങ്ങനെ ചെയ്താൽ എൻ്റെ അച്ഛൻ പിന്നെ എന്നെ വെറുതെ വിടില്ല. എന്നെ ഉറപ്പായും കൊല്ലും. ഈ ദുഷ്ടത ഞാൻ കളഞ്ഞെന്ന് അദ്ദേഹം അറിയാൻ പാടില്ല. അതിനേക്കാൾ നല്ലത് നല്ലവൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ മരിക്കുന്നതാണ്. ഇതല്ലാതെ ഒരു വഴിയും എൻ്റെ മുമ്പിൽ കാണുന്നില്ല. ഇതല്ലാതെ ഒരു വഴിയുമില്ല. ഞാൻ രണ്ടിൻ്റെ നടുക്കിൽ പെട്ട പോലെയായി. ഞാനിപ്പോൾ നല്ല ആളായ എന്തായാലും എൻ്റെ അച്ഛൻ എന്നെ കൊല്ലും. ഇപ്പോൾ ദുഷ്ടനായി തന്നെ എന്നാ ഈ മാർഷാനോയും. ഇനി എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് മരിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. സമയമായി. അങ്ങനെ അവൻ്റെ പണി തീർന്നു. എൻ്റെ തല
ഞാൻ ചെയ്തത് തെറ്റാണ്. എന്താ രാംചന്ദ്രനെ കൊല്ലുന്ന തെറ്റാവും? എൻ്റെ മനസ്സിലൂടെ എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായി. അതായത് രാംചന്ദ് വേറെ വഴിയില്ലാണ്ടാണ് പിതാവിൻ്റെ വാക്കനുസരിച്ചിട്ട് ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഞാൻ അത് അറിയാതെ പോയല്ലോ. അതിനു മുമ്പ് രാംചന്ദ്രൻ എന്നോടത്ത് പറയണമായിരുന്നു എന്തെങ്കിലും ഇതിനെക്കുറിച്ച്. അപ്പം ഞാൻ വേഗം പോയി അവൻ്റെ പിതാവിനെ പാഠം പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേ എനിക്കത് വലിയ തെറ്റ് പറ്റിയെന്ന് ഇല്ല. ഇനി രാംചന്ദ്രൻ്റെ പിതാവിൻ്റെ മരണോർപ്പിച്ചോളൂ എല്ലാവരും. രാംചന്ദ് വെറും പാവമാണ്. അതുകൊണ്ട് ഇത് എൻ്റെ വേറൊരു വാക്കാണ്. എല്ലാവരുടെ അടുത്തും, ഈ ഭൂമിൻ്റെ അടുത്ത് തന്നെ, ഭൂമി ലാവ പ്ലാന്റ്, ആ ലാവ പ്ലാന്റിൻ്റെ അടുത്ത് തന്നെ ഇനി രാംചന്ദിൻ്റെ പിതാവിൻ്റെ അവസാനം അടുത്തു.